അവിടെ ശ്രീജിത്ത് എന്നുള്ളൊരു സ്വയംസേവകനുണ്ട്. അയാളുടെ അച്ഛൻ നല്ല അധ്യാപകനാണ്. അദ്ദേഹത്തെ അവർ കൊല ചെയ്തു. ഈ സമയത്ത് ഇയാളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പകരം വീട്ടണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്വയംസേവനം നമ്മൾ വിരുത്തിയിട്ട് കൊന്നും തിരികട്ടെ, പകരത്തിന് പകരാവും. പക്ഷെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് പകരത്തിന് പകരം ചില ആൾക്കാരെ കൊല്ലും. അവർ നമ്മുടെ ആൾക്കാരാണ്. നിവൃത്തിയില്ലാത്ത സമയത്ത് ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യാം. പക്ഷേ നമുക്ക് ആവശ്യം നമ്മുടെ കഠിനമായിട്ടുള്ള പരിശ്രമം കൊണ്ട് ഈ ആശയത്തെ ഇല്ലാതാക്കും. അവർക്ക് പിന്നെ ഇതുപോലെ അനവധി സ്ഥലത്ത് നമ്മൾ ഈ തരത്തിലുള്ള ബൈഠക്ക് നടത്തി അവരെ നമ്മുടെ സംഘടനാ പ്രവർത്തനം വളർത്താൻ അവരുടെ വികാരത്തെ ആ തരത്തിൽ ചെയ്യും. ഇതെനിക്ക് കിട്ടിയതല്ല. ഇവിടെ എറണാകുളം ജില്ലയിൽ പറവൂർ കൈതാരത്ത് നമ്മുടെ വെളിയനാട് ചന്ദ്രൻ ചേട്ടനുള്ളൊരു അദ്ദേഹം അവിടെ പോയിരുന്നു. അവിടെ പോയി വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘസ്ഥാനിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കയറി ആക്രമിച്ചു, കൊല ചെയ്തു. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് കിട്ടും. ആ സമയത്ത് അവിടെ നമ്മുടെ ഒരു അനുസ്മരണ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ മാധവജി അവിടെ സംസാരിച്ചു. മാധവജി അവിടെ പറഞ്ഞത് ശരിക്കും ചന്ദ്രേട്ടൻ പോയി, നമുക്ക് എല്ലാവർക്കും വേദനയുണ്ട്. പക്ഷേ ചന്ദ്രേട്ടൻ്റെ ഈ ഒരു പോക്കിനെ നമ്മൾ എങ്ങനെ നേരിടുക? നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ സംഘടനാ ശക്തി കൊണ്ട് ഈ ഒരു വിഷവിത്ത് ആശയം നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചന്ദ്രേട്ടൻ്റെ മനസ്സിൽ കണ്ണീരൊക്കെ ഒഴുക്കുന്ന സമയത്ത് ലേവലേശം ഒരു തുള്ളി കണ്ണീരില്ലാതെ ആ സമൂഹത്തിനുള്ളിൽ എങ്ങനെയാണ് ഇതുള്ളത്? ഇത് മാധവിയെ നമുക്ക് കിട്ടിയ കാര്യമുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് മുഴുവൻ